ഇതിന്റെ പേരാണ് എന്ത്? ഇതിന്റെ പേര് കഅബ അല്ലെ? കഅബ പറയുമ്പോൾ ഒരു അദബുകേടുണ്ട്. കഅബാലയം അല്ലെങ്കിൽ പരിശുദ്ധ കഅബ. കാരണം ഇതാണ് ആദ്യത്തെ വീട്. അള്ളാഹുവിന്റെ ആദ്യത്തെ വീട് ഏതാണ്? കഅബാലയം. ഇതാരാ ഉണ്ടാക്കിയ? ഇസ്മായിൽ നബിയാണോ ഇബ്രാഹിം നബിയാണോ? ഇബ്രാഹിം നബി അല്ലേ? ഇസ്മായിൽ നബി അല്ലേ സഹായിച്ച്? എന്നാ രണ്ടും തെറ്റാണ്. കഅബാലയം ആദ്യമായിട്ട് ഉണ്ടാക്കിയ മലക്കുകളാണ്. ആരാ? മലക്കുകൾ. ആ ചോദ്യം ചോദിച്ചാൽ അപ്പൊ ഉത്തരം പറയണ വിചാരിച്ച് കാത്തിക്കുന്ന പോലുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ. നിങ്ങൾ വലിയ വിളവന്മാരും ഞാനൊരു പോയത്തക്കാരനായാൽ നടക്കൂലല്ലോ. അപ്പോ കഅബാലയം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരാ? മലക്ക്. അപ്പൊ പിന്നെ ഇബ്രാഹിം നബി ആണെന്നാണല്ലോ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചത്. എന്താ? അത് പുനരുദ്ധാരണം നടത്തിയതാണ്. അതായത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ, മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോ കഅബാലയൊക്കെ ആകെ പൊളിഞ്ഞ് എർപ്പയിനി. അത് വീണ്ടും പണിതതാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സഹായിച്ചത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുമാണ്. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അവരാണ് പിന്നെ അതിന്റെ പുനരുദ്ധാരണം നടത്തുന്നത്. പിന്നെ ഇബ്രാഹിം നബിയാണ് നമ്മളൊക്കെ വിളിച്ചില്ലേ? വിളിക്കുത്തരം കിട്ടിയവരാണ് അങ്ങോട്ട് എത്തുക എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, 3 സൈസ് വിളിക്കുത്തരം കിട്ടിയവരുണ്ടാവും. നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഒന്നിരിക്കൽ നല്ല നിലക്ക് ഉംറ ചെയ്യും, അവിടെ തന്നെ മരിച്ചു പോകും. അള്ളാഹു ഖൈറാണെങ്കിൽ അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ നല്ല നിലക്ക് ഉംറ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരും, ശിഷ്ടകാലം നല്ല നിലക്ക് ജീവിക്കും. അതാണ് ഖൈറെങ്കിൽ അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. 3-ാമത്തെ ഒരു കോലുണ്ട്, പോകും, കാര്യങ്ങളൊക്കെ ചെയ്യും, പോയതിനേക്കാളും കേടന്ന് ജീവിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതാണ് ഈ കഅബാലയം, പരിശുദ്ധ കഅബ. ഇനി ഇതിന്റെ ആയത്തും ഹദീസൊക്കെ ഉണ്ടാവുന്ന സമയമില്ലാത്തത് ഞാൻ അതിലേക്കൊന്നും കടക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത് കഅബാലയം. ഓക്കെ അല്ലേ? ഈ ഇവിടെ സാധനം കാണുന്നുണ്ടോ? ഇത് സ്വർണത്തിനാൽ ആണ്. ഇപ്പൊ ഇത് പിന്നെ മൊത്തത്തിൽ സ്വർണ്ണം ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്തേ അവിടെ എത്തുമ്പോൾ നല്ല ഗോൾഡ് കളറിലാണ് കാണുക. ഇതിന്റെ പേരാണ് മഖാമു ഇബ്രാഹിം. മലയാളികൾ എന്ത് പറയും? ഇബ്രാഹിം മഖാമ് എന്ന് പറയും. അപ്പൊ ഈ നമ്മൾ കേട്ടൊരു മക്കാമുണ്ട്, അതാ മമ്പറ മക്കാമും അടവൂർ മക്കാമൊക്കെ. ആ മക്കാമല്ലട്ടത്, സ്ഥലം എന്നാണ്. എന്നാൽ ഇബ്രാഹിം മക്കാം പറഞ്ഞാല് ഈ കഅബാലയത്തിന്റെ പണി നടക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പുനരുദ്ധാരണം നടത്തുമ്പോ, ഇതിപ്പോ ഞാനെന്നെ അത്യാവശ്യം നീളല്ലേ? എന്താ സമയക്കാർ മടി ഇല്ലേ? ആണ്ട് ഞാനിങ്ങനെ ഏന്തിയാല് ഇതിന്റെ ഈ ഉമ്മരപ്പടിമേൽ എത്തുള്ളൂ. അപ്പൊ കഅബന്റെ നീളം എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അത്രയും ഉയരമുണ്ട് കഅബാലയം. കാണാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ കഅബാലയം ഇങ്ങനെ പടുക്കുമ്പോ ഏകദേശം ഇവിടെ എത്തുമ്പോ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എത്തൂലല്ലോ, വേറെ ആരും കാര്യമായിട്ട് സഹായിക്കാനുമില്ല. അപ്പൊ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത കല്ലാണത്രേ ഇബ്രാഹിം മഖാം. ഇതിന്റെ ഉള്ളില് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാദസ്പർശനമേറ്റ അല്ലെങ്കിൽ പാദം പതിഞ്ഞ കല്ലുണ്ട്. അതാണ് മഖാമു ഇബ്രാഹിം. അതിപ്പോഴും മുത്തബറക്കായി ബറക്കത്തിനു വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച ആ ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ബറക്കത്തിന് തെളിവുണ്ടോ അല്ലേ ചോദിച്ചാൽ അല്ലാഹു തആല എന്ന ഖുർആനിൽ ഇതിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കാൻ പറയണത് ഇതിന് എന്തോ ഒരു പ്രത്യേകത ഏതായാലും ഉണ്ടല്ലോ. അതേതാ പ്രത്യേകത? ഇതിന്റെ പണി നടക്കുമ്പോ, സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും വിശദീകരിക്കണില്ല, ഇതിങ്ങനെ പടുക്കാൻ വേണ്ടിയിട്ട് ഉയരം തികയാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കല്ലിൽ അങ്ങ് നിന്നത്രേ. നിൽക്കുമ്പോൾ ആ കല്ല് ഓട്ടോമാറ്റിക്കലി ഉയരും. പടവ് കഴിഞ്ഞാൽ താഴേക്കു തന്നെ വരും. ലിഫ്റ്റ് സംവിധാനത്തോടുകൂടി അല്ലാഹു തആല സംവിധാനിച്ച കല്ലാണത്രേ മഖാമു ഇബ്രാഹിം. വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും അങ്ങനെയാണ് ഇതിന്റെ പുനരുദ്ധാരണം നടക്കുന്നത്. ഇതാണ് കഅബാലയത്തിന്റെ വാതില്. കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഇതാണ് ഹജറുൽ അസ്വദ്. നമുക്കിപ്പോ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു മേഖല ഇതാണ്. ഹജറുൽ അസ്വദ് കാണുന്നുണ്ടോ? കണ്ടോ? ഇത് ഹജറുൽ അസ്വദ് അല്ല, അതിന്റെ ഒരു അടയാളം കണ്ടോ? ഈ ഹജർ കാണില്ലേ? ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം. ഇത് അവിടെ എത്തുമ്പോഴതിനേക്കാളും ഉണ്ടാവട്ടോ. അതൊക്കെ നമുക്കൊരു സാങ്കല്പികമായ സാധനമാണ്. ഈ സ്ഥലത്തിനാണ് മുൽത്തസം എന്ന് പറയാം. എന്താണ് മുൽത്തസം? ഇതെന്താ? ഹജറുൽ അസ്വദ്. എന്താ ഹജറുൽ അസ്വദ് പറഞ്ഞാല്? കറുത്ത കല്ല് എന്നാ അല്ലേ? സ്വർഗത്തുനിന്ന് കറുത്ത അല്ലാണ്ടെന്ന്
അല്ലത്രേ, വെളുത്ത കല്ലായിരുന്നു. ജനങ്ങൾ അതിൽ മുത്തിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ദോഷങ്ങൾ അതിലേക്ക് പതിഞ്ഞ് അത് കറുത്തുപോയതാണെന്ന് മഹാന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞിരുന്നു. ഈ സ്ഥലത്തിന് എന്താ പറയാ? മുൽത്തസം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയാലേ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കല്ലുകൾ പതിച്ചിട്ട് കാണാം. ഇത് ഞാൻ ഓൺലൈനിലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് പല ആളുകൾ, ഇപ്പോൾ ഇവിടെ അടുത്ത് എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ഇതെന്താണെന്ന് ചോദിച്ചാണ്ട്. പലർക്കും അറിയൂല, അറിയൽ നിർബന്ധമുള്ള സംഗതി ഒന്നും അല്ലാത്തതുകൊണ്ട് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത സ്ഥലമാണ് അത്. അതിനുവേണ്ടി ആ സ്ഥലം ഇങ്ങനെ അടയാളപ്പെടുത്തി കുറച്ച് ചില കളറുകളിലുള്ള മാർബിളുകൾ അവിടെ ഒട്ടിച്ചതായി കാണാം. അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ബാബ് കഴിഞ്ഞ് മഖാമു ഇബ്രാഹിമും കഴിഞ്ഞ് ഇനി ഈ സ്ഥലത്തിന്റെ പേരാണ്, ഇതിന്റെ ഉള്ളിൽ ഇത് അവിടെ കുറച്ച് സ്ഥലം, ഈ സ്വർണ്ണപ്പാത്തി ഉണ്ടല്ലോ നിങ്ങള്, മിസാബ്, ഇതിന്റെ താഴെയുള്ള ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിനാണ് എന്ത് പറയല്? ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയാം. എന്താണ് ഹിജ്ർ ഇസ്മായിൽ? അള്ളാഹു ഇതിന്റെ ഉള്ളിൽ പോയി 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, എന്താ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കണതിനൊരു പവർ എന്ന് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങള് ഇതൊക്കെ കണ്ടോ? മഖാം ഇബ്രാഹിം, ഹജറുൽ അസ്വദ് കണ്ടില്ലേ? 4 മൂലയാണ് എന്തിനുള്ളത്? കഅബാലയത്തിന് ഉള്ളത്. ഈ സ്ഥലതാ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ റൗണ്ട് ഇട്ടെ കണ്ടോ? അതിനാണ് എന്തറിയല്? മത്താഫ് എന്ന് പറയാം. എന്താ മത്താഫ് പറഞ്ഞാല്? തവാഫ് ചെയ്യുന്ന സ്ഥലം. അത് വെള്ള മാർബിളാണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ചൂടാവില്ല. നമ്മളിങ്ങനെ കടന്ന് ചൂടാവുക എന്നല്ലാതെ ശക്തമായ വെയിലത്തും ഈ മാർബിൾ ഇങ്ങനെ തണുക്കും. അത് മോചിതത്തും കറാമത്തൊന്നുമല്ല, ആ മാർബിളിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ചെരുപ്പിടാതെ ചവിട്ടിയാലും ആ പ്രശ്നം ഉണ്ടാവില്ല. മുകളിൽ നിന്ന് നല്ല വെയിലടിച്ചാലും ഇതെന്ത് ചെയ്യൂല? ചൂടാവില്ല. അപ്പോൾ അതടക്കടെ, അത് വലിയ വിഷയമൊന്നുമല്ല. ഹിജ്ർ ഇസ്മായിലിന്റെ ഇവിടെ 2 ഡോർ ഉണ്ടാവും. ഇതിലൂടെ ചില സമയങ്ങളിലൊക്കെ ആളുകളെ നിസ്കരിക്കാൻ വിടും. ആ സമയമൊക്കെ നമ്മൾ സ്വന്തം കണ്ടുപിടിച്ച് പോകണം. അമീറിനെ കാത്തിക്കരുത്. എല്ലാവർക്കും കൂടി വേണ്ടി പറയാണ്. പല സമയങ്ങളിൽ പലരെയും വിടും, ചിലപ്പോൾ വിടാതൊക്കും. അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ ഒരു പുനരുദ്ധാരണം നടന്നിട്ടുണ്ട്. അന്ന് ആ പണി നടക്കുമ്പോൾ ഒരു നിബന്ധന വെച്ചിരുന്നു. കഅബാലയത്തിന്റെ പണിയിലേക്ക് ഹലാലല്ലാത്ത 1 രൂപയും അവർ സ്വീകരിക്കൂല. ഹറാമായ ഒരു സമ്പത്തും അതിനു വേണ്ടി വിനിയോഗിക്കൂല. ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ ആ പള്ളിയുടെ പണി പൂർത്തിയാക്കൂ എന്ന് അവർക്കൊരു തീരുമാനമുള്ളത് കൊണ്ട് അന്നത്തെ ഖുറൈശികളായ ആളുകൾ വളരെ ഹലാൽ എന്ന് ഉറപ്പുള്ള സമ്പത്ത് മാത്രം കൊണ്ടു കൊടുത്തപ്പോൾ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ ക്യാഷ് തികയാതെ വന്നപ്പോൾ ഉള്ള പണം കൊണ്ട് പള്ളി പൂർത്തിയാക്കുകയും അതിന്റെ ബാക്കി ഭാഗം അവർ ഒഴിവാക്കുകയും ചെയ്തു. അതാണ് ഹിജ്ർ ഇസ്മായിൽ. എന്ത് ഹിജ്ർ ഇസ്മായില് ഏലുപെട്ടതാ? കഅബന്റെ ഉള്ളാണ്. മനസ്സിലാണ് നിങ്ങൾക്ക്? അതെന്തിനാ അങ്ങനെ ഇട്ട്? അള്ളാന്റെ പള്ളി പൂർത്തിയാക്കുക, അള്ളാഹ് കുറച്ച് പൈസ കട ഒപ്പിച്ച് കൊടുത്തുവിടേനോ? പിന്നെ എന്തിനെ ബാക്കിയാക്കിയത്? അവിടെയാണ് നമ്മൾ ഉത്തരം. എന്താ കാരണം? ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ വിരളമായ ആളുകൾ മാത്രമേ അതിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളില് കഅബാലയത്തിനുള്ള. അപ്പൊ നമുക്കും കയറണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ കഅബന്റെ ഉള്ളിലേക്ക് നമ്മളെ വിടൂല. ആകെ വർഷത്തിൽ 1-2 പ്രാവശ്യം അതിന്റെ വാതിൽ തന്നെ തുറക്കുള്ളൂ. അതന്നെ അവരുടെ പ്രത്യേകമായ ഗസ്റ്റുകളും ഭരണാധികാരികളൊക്കെ അതിന്റെ ഉള്ളിൽ കയറുള്ളൂ. അപ്പൊ സാധുക്കളായ നമ്മക്കും വേണമല്ലോ കയറുക. അതിന് അള്ളാഹു തആല തന്ന ഒരു അവസരമാണ് ഹിജ്ർ ഇസ്മായിൽ. അതിന്റെ ഉള്ള് കഅബാലയത്തിന്റെ ഉള്ളാണ്. റബ്ബേ 2 റക്അത്തിനെങ്കിലും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ ദീർഘിപ്പിക്കണില്ല, ക്ലാസ് അവസാനിപ്പിക്കാണ്. നമ്മുടെ 2ാമത്തെ ഫർള് ഏതാ? തവാഫ്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് കഴിയൂട്ടോ. പിന്നെ സഅയേ ഉള്ളൂ. ഇത് കഅബാലയമാണ് നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ഏത്? ഇതിപ്പോ ഏകദേശം ഒരു 4 മൂലയാണല്ലോ. കേൾക്കണില്ലേ? ഉറങ്ങണോലൊന്ന് ശ്രദ്ധിക്കട്ടാ. ഉറങ്ങണോലൊക്കെ ഒന്ന് വിളിച്ചാണി. വിളിച്ചോ? അവനാനെ തന്നെ അവനാൻ വിളിച്ചേണ്ടി വരും. 4 മൂലുള്ള ഈ കഅബാലയം
ജസ്റ്റ് ഒരു സങ്കല്പന, തഖ്ദീർ. ഇതിന്റെ ഈ കഅബന്റെ ഏകദേശം ഇതാണിപ്പോ നമ്മള് ഹജറുൽ അസ്വദ് നിൽക്കുന്ന സ്ഥലം കേട്ടോ. സപ്പോസ് ഇവിടെയാണ് എന്തുള്ളേ ഹജറുൽ അസ്വദ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിച്ചോളി. നമ്മളെ റൂം ഏകദേശം ഈ ഭാഗത്തുണ്ടാകുക. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വന്നാൽ നേരെ എവിടെ എത്തും? ഇവിടുന്നൊക്കെ ആയിരിക്കും ഉസ്താദ്മാരെ നമുക്ക് ആദ്യമായിട്ട് കഅബയിലേക്ക് കാണിച്ചെന്ന്. ഇതൊരു മത്താഫായി നിങ്ങൾ വിചാരിച്ചോളി. മത്താഫ് മനസ്സിലായില്ലേ? തവാഫ് ചെയ്യണ വെള്ള മാർബിളുള്ള സ്ഥലം. ഇവിടുന്ന് നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദ്വാരന്ന് ഒക്കെ കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തുമ്പോൾ ഹജറുൽ അസ്വദ് കാണാം. അതെങ്ങനെ മനസ്സിലാവുക വെച്ചാൽ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒരാൾ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അതിന് നേരെ അപ്പുറത്ത് പച്ച ലൈറ്റ് കാണാം, പച്ച ട്യൂബ് ലൈറ്റുകൾ കാണാം. അള്ളാഹു ആ നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ പച്ച ലൈറ്റ് കാണുമ്പോൾ, അതായത് ഇവിടെ ഒരു വര ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടോ? ഈ വര ഇങ്ങനെ നേരെ നോക്കിയാൽ അവിടെ പച്ച ലൈറ്റ് കാണും. ആ സ്ഥലത്ത് നിന്നേ തവാഫ് തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ തവാഫ് തുടങ്ങിയാൽ തവാഫായി അത് ഗണിക്കപ്പെടൂല. അപ്പൊ നമ്മൾ നേരെ വന്നിട്ട് ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്ന് തുടങ്ങണം. എന്ത് തവാഫ്. നമ്മളാണെങ്കിൽ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് കൊണ്ടല്ലാതെ ഒന്നും സ്വീകരിക്കൂല. അപ്പൊ തവാഫിന് നിയ്യത്ത് നിർബന്ധം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടില്ല. നല്ല അച്ചടക്കമുള്ള മനുഷ്യന്മാര്. നിയ്യത്ത് നിർബന്ധമുണ്ട്, പക്ഷെ ആ നിയ്യത്ത് നമ്മൾ വെച്ചിരുന്നു, അതാണ് ഇഹ്റാം. പക്ഷെ തവാഫിന് സുന്നത്തുണ്ട്. എന്ത്? നവൈതു തവാഫൽ ഉംറതി സബ്അത അശ്വാതിൻ ലില്ലാഹി തആല. ഉംറയുടെ തവാഫ് 7 പ്രാവശ്യം ഞാൻ കഅബയെ ചുറ്റുന്നു എന്നു കരുതൽ സുന്നത്താണ്. അതേസമയം മുത്തലക്കൻ തവാഫ് ഉണ്ട്, അതായത് വെറുതെ പോയി തവാഫ് ചെയ്യുക, വിദാഇന്റെ തവാഫ്, അതിനൊക്കെ നിയ്യത്ത് നിർബന്ധം. ഉംറയ്ക്ക് വേണ്ടി തവാഫ് ചെയ്യുമ്പോൾ നിർബന്ധമില്ല, സുന്നത്താണ്. മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഓരോന്നൊരു 7 കാര്യം ഞാൻ പ്രത്യേകം പറയാം, അത് നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് നിയ്യത്തൊക്കെ വെച്ചിട്ട് ഇനി നമ്മളിവിടെ നിൽക്കുകയാണ്. ഒന്നാമത്തത് ശുദ്ധി ഉണ്ടായിരിക്കുക. എന്താണ്? വലിയ അശുദ്ധിയെ തൊട്ടും ചെറിയ അശുദ്ധിയെ തൊട്ടും ശുദ്ധി ഉണ്ടാവണം. അതായത് വുളു ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഹൈലുള്ള സ്ത്രീകൾക്ക് തവാഫ് പറ്റൂല, അങ്ങോട്ട് പോകാൻ തന്നെ പറ്റൂല. തവാഫ് പിന്നല്ലേ, കാരണം പള്ളിയിൽ അവർക്ക് പ്രവേശിക്കാൻ പറ്റൂലല്ലോ അശുദ്ധിയോടുകൂടി. അള്ളാഹു ഒരു പ്രയാസമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മള് തവാഫിന് വേണ്ടി ഒരുങ്ങി. ഒന്നാമത്തെ കാര്യം എന്താ? പടച്ചോനെ നിയ്യത്തൊക്കെ. രണ്ടാമത്തെ കാര്യം കഅബയെ 7 പ്രാവശ്യം ചുറ്റണം. എങ്ങനെയാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ടി വരും കേട്ടോ. ഒന്ന്, നിയ്യത്ത് സുന്നത്താണ്, ഫർളായത് പറഞ്ഞാണ്. ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്ന് തുടങ്ങണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിനോ? 2, ശുദ്ധി ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? 3, 7 ചുറ്റണം. അടുത്തത് കഅബയെ ഇടതുഭാഗത്താക്കിയിരിക്കണം. കഅബാലയത്തിന്റെ അടുത്ത ഭാഗത്തല്ല, നമ്മളെ ഇടതുഭാഗത്ത് എന്തായിരിക്കണം? കഅബാലയം ആവണം. മനസ്സിലാവുണ്ടോ? ശരീരം മുഴുവനും എവിടെയായിരിക്കണം? കഅബയുടെ പുറത്തായിരിക്കണം. ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. മറ്റൊന്ന് തവാഫ് മസ്ജിദുൽ ഹറാമിലൂടെ ആയിരിക്കണം. അതായത് പള്ളിന്റെ മുറ്റത്തുകൂടെ അങ്ങനെ നടന്നാൽ പറ്റൂല എന്നർത്ഥം. ഓക്കെ അല്ലേ? ഇപ്പൊ പറഞ്ഞേ, ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഒന്ന്, എവിടുന്ന് തുടങ്ങണം? ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്ന് തുടങ്ങണം. അപ്പൊ നമ്മൾ ഇവിടെ പോയി നിന്ന്, ഇതാണ് ഹജറുൽ അസ്വദ് വിചാരിച്ചോളി. ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടേ? തുടങ്ങണ്ടേ. പിന്നെ വുളു ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മളമ്മാൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നല്ലോ മത്താഫ്. അവിടെ കുറെ മനുഷ്യന്മാരുണ്ടാവും, ആണുങ്ങളും ഉണ്ടാവും പെണ്ണുങ്ങളും ഉണ്ടാവും, അറിവുള്ളവരും ഉണ്ടാവും അറിവില്ലാത്തവരും ഉണ്ടാവും. നമ്മൾ അറിവുള്ളവരാണ്. മനസ്സിലായി നിങ്ങൾക്ക്? നമ്മളെ നാട്ടില് AP സമസ്തയും ഈക്ക സമസ്തയും ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഇൽമിന് യാതൊരു കുറവില്ല. 2 ഉസ്താദ്മാരും നല്ലോണം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിന്റെ കോടതി പോയിട്ട് പഠിച്ചില്ല ഇനി എന്ന് പറയാനുള്ള ഒരു അവസരം നമുക്കില്ല. എല്ലാം പറഞ്ഞു നിൽക്കണം. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ രക്ഷപ്പെടാൻ വിചാരിച്ച് നമ്മൾ നിൽക്കണ്ട. അതേസമയം മത്താഫിൽ ആരുണ്ടാവും? UP-കാരും ബോംബെക്കാരും അറിവില്ലാത്തവരും വളരെ അജ്ഞരായ ആളുകളൊക്കെ ഉണ്ടാവും. അള്ളാഹു ചിലപ്പം ഓലത് കബൂലാക്കും, നമ്മളത് കബൂലാക്കൂല. ഓല് ചിലപ്പോൾ ഷോക്സ് ഒന്നും ഇടൂല. അപ്പൊ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങണം? ശുദ്ധിന്റെ വിഷയം പറഞ്ഞു. ശുദ്ധി
അന്യ സ്ത്രീകൾ തൊട്ടാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്ത് സംഭവിക്കും? വുളു മുറിയും. അപ്പൊ തൊടാതെ നിന്നാ മതിയല്ലോ പറഞ്ഞാൽ അതിന് തൊടാതെക്കാൻ പറ്റണ്ടേ? അവിടെ മുഴുവൻ മനുഷ്യന്മാരല്ലേ. അപ്പൊ തൊടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എന്നാലും തൊടുമല്ലോ. അതിന് ഷാഫിഈ മദ്ഹബിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്, ഇങ്ങോട്ട് തൊട്ടാൽ അവരെ വുളുവേ മുറിയുള്ളൂ, നമ്മളെ വുളു മുറിയൂല. മനസ്സിലാണ്ടോ? മഹ്മൂദ് ഉസ്താദ് നിങ്ങൾ കേട്ടപ്പോ ഞാൻ പറഞ്ഞേ എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് തൊട്ടാല് വുളു ആരത് മുറിയും? തൊട്ടാലത് മുറിയും, പിന്നെ തൊടപ്പെട്ട വ്യക്തിയുടേത് മുറിയൂല. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ഒരു പെണ്ണ് നമ്മളിങ്ങനെ തോണ്ടി പോയാല് നമ്മളെ പെണ്ണുങ്ങൾ കച്ചവടം ഉണ്ടാക്കുക എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അല്ലേ, നമ്മള് വേറെ പെണ്ണുങ്ങൾ നമ്മളെ തോട്ടിയോ ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാക്കുക. അതിൻ്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. വുളുവിന്റെ വിഷയം പറഞ്ഞു. നമ്മളെ വുളു മുറിയൂല, അവരെ വുളു മുറിയ. അപ്പൊ നമ്മൾ പോയാണ് പിന്നെ ഇല്ലേ നിങ്ങളെ വുളു മുറിഞ്ഞിട്ടാന്ന് നമ്മൾ പറയണ്ട, ഓല് തീരുമാനിച്ചോളും. നമ്മളിപ്പോ നമ്മളെ കാര്യം നോക്കുക. നമ്മൾ പോയി തൊട്ടാലോ വുളു മുറിയും ചെയ്യും. അതങ്ങനെ അല്ലാതെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ മാലിക് മദ്ഹബ് അനുസരിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഉസ്താമാരോട് അപ്പൊ ചോദിച്ചാൽ മതി. ഇത് നിങ്ങൾ എന്തായാലും കരുതണം. എന്തേ? ഇങ്ങോട്ട് തൊട്ടാല് വുളു മുറിയൂല. അപ്പൊ നമ്മളെ വുളു റെഡി അല്ലേ? സെറ്റ് അല്ലേ? ആണോ? ആണ്. അപ്പൊ നമുക്ക് ശുദ്ധിയുണ്ട്. ഹജറുൽ അസ്വദിന്റെ അടുത്ത് നമ്മൾ തുടങ്ങാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഓട്ടോ റെഡി അല്ലേ? ഞങ്ങള് ഇടതുഭാഗം തെറ്റിയാൽ ഒന്ന് ഇങ്ങനെ തിരിഞ്ഞാൽ, ഇതാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരെടുത്ത് നമ്മൾ തൊവാഫ് കൊളാണ് ഒരു സ്ഥലം ഇതാണ്. അതായത് ഇങ്ങോട്ട് തിരിയലാണ്. അത് തിരിയാൻ പറ്റൂല. ഇടതുഭാഗം തെറ്റാതെ ഇങ്ങനെ പോന്ന് ഇവിടെ എത്തണം. ഇവിടെ ഇങ്ങനെ തിരിയാൻ പറ്റൂല. ഇവിടെ പ്രസംഗിക്കണാക്കുവാണെങ്കിൽ തീരട്ടെ, ഞാൻ ക്ലാസ് എടുക്കുകയാണല്ലോ. അപ്പൊ പറയും തൊവാഫിന്റെ നേരത്ത് ഇവിടെ എത്തിയാൽ എത്ര ചുറ്റായി? ഒരു ചുറ്റ്. ഇപ്പൊ എത്ര തൊവാഫായി? ഒരു തൊവാഫായില്ലേ? അപ്പൊ 7 ചുറ്റിച്ചാൽ ഒരു തൊവാഫാവുള്ളൂ പറഞ്ഞാണ് പിന്നെ ആളെ പറ്റിച്ച. ഒരു ചുറ്റായി, ഒരു ചുറ്റായി. അങ്ങനത്തെ 7 ചുറ്റിയാൽ എന്താവും? ഒരു തൊവാഫാവും. റെഡി അല്ലേ? ഇങ്ങനെ 7 വട്ടം ചുറ്റിയാല് ഒരു തൊവാഫ്. അപ്പൊ അവസാനം എവിടെത്തും അയാള്? ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇടതുഭാഗം ഒരു കാരണവശാലും കഅബയെ തൊട്ട് തെറ്റാൻ പറ്റൂല. നിങ്ങൾ എന്ത് കാരണം പറഞ്ഞാലും വേണ്ടിയില്ല, ഇടത്തെ ഭാഗം തെറ്റാൻ പറ്റൂല. അതായത് ഉമ്മനെ പിടിക്കും, അപ്പൊ നമ്മളോട് തിരിയും. കുട്ടീനെ പിടിച്ചു, അപ്പൊ അങ്ങോട്ട് തിരിയും. അങ്ങനെ ആയാൽ തിരിയൽ നടക്കും, തൊവാഫ് നടക്കൂല. ഓക്കെ, ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടും. ഉസ്താമാർക്കാവുന്ന അവിടുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാനൊന്നും കഴിയൂല, കാരണം ഓരോ തൊവാഫ് പോലും ശ്രദ്ധിക്കണ്ടേ. അപ്പൊ നമ്മളെ തൊവാഫിന്റെ സമയത്ത് അത് ശ്രദ്ധിക്കാം. മറ്റൊന്ന്, ശരീരം മുഴുവനും കഅബയുടെ പുറത്തായിരിക്കണം. അതായത് ഇതെന്താ സാധനം? ഇത് തെർമോകോളോ? ഇതാപ്പ കഥ ഞാൻ ഇല്ലേ കളിക്ക്. ഇതെന്താ? കഅബയുടെ തറയാണ് അല്ലേ? ഈ കഅബന്റെ തറ ഇവിടെ ഉണ്ടാവുമ്പോ നമ്മളെ കൈ കഅബമേ വെച്ച് നിൽക്കുക. അപ്പൊ നമ്മളെ കൈ എവിടെ? കഅബന്റെ ഉള്ളിലാവും. അതേപോലെ ശക്തമായ ചൂട് ഇങ്ങനെ മുകളിൽ വരുമ്പോ ഒരു തണുപ്പിട്ടുമ്പോ നമുക്കൊരു സുഖം ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ നടന്നു വരുമ്പോ ഇതുമ്മൽ കൈ വെച്ച് ഇങ്ങനെ പോന്നാൽ ഇതിന്റെ ഈ ഇത്ര ഭാഗം ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ഒരു കൂട്ടിയിട്ടുണ്ട്, ഇത്രയും ഭാഗം കഅബയിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മളെ കൈ എവിടെ ആയിരിക്കും? കഅബയുടെ ഉള്ളിലായിരിക്കും. ശരീരം മുഴുവൻ കഅബയുടെ പുറത്താവൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ തവാഫ് സ്വഹിഹ